മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. പോളിംഗ് 35% കടന്നു. മലപ്പുറത്ത് നിർണായക വിധിയെടുത്താണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ 13.12 ലക്ഷം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് എത്തുക. ഭേദപ്പെട്ട പോളിംഗാണ് ഇതുവരെയുള്ള നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർണായകമായ അടിയൊഴുക്കുകൾ, ചലനങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ തന്നെ വേദിയായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒടുവിൽ ഇന്നിപ്പോൾ വിധിയെഴുത്തിലേക്ക് കടന്നിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി UDFിൻ്റെ സ്ഥാനാർത്ഥി, ലീഗ് സ്ഥാനാർത്ഥി, MB ഫൈസൽ LDF സ്ഥാനാർത്ഥി, CPIഎമ്മിൽ നിന്നുള്ള MB ഫൈസലാണ് പ്രധാനമായി ഏറ്റുമുട്ടുന്നത്. BJPയിൽ നിന്നും ശ്രീപ്രകാശം വിധിയെഴുത്തിൻ്റെ ഭാഗമാകുന്നു. നിർണായകമായ വിധിയെഴുത്തിൽ വളരെ ഭേദപ്പെട്ട നിലയിലുള്ള വിധിയെഴുത്ത് തന്നെയാണ് ആദ്യ നിമിഷങ്ങളിൽ കടന്നു പോകുന്നത്. മലപ്പുറത്ത് മാറ്റം പ്രകടമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. LDF മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും കോടിയേരി പറഞ്ഞു. LDF തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം കാഴ്ചവെക്കും. നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്താൻ LDFന് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ LDFന് അനുകൂലമായ ഒരു മാറ്റം അവിടെ പ്രകടമായി കാണുന്നുണ്ട്. വിശദാംശങ്ങൾ മലപ്പുറത്ത് നിന്നും PV കുട്ടൻ നൽകും. കുട്ടൻ്റെ 5 മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോൾ വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ്, കണക്കുകൾ എങ്ങനെ, ജനങ്ങളുടെയൊക്കെ തന്നെ പ്രതികരണം ജനവിധിയോട്? പ്രജീഷ്, 11 മണിവരെയുള്ള കണക്ക് നോക്കിയാൽ 31.8% പോളിംഗാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിയോജക മണ്ഡലം തിരിച്ചുള്ള കണക്ക് പരിശോധിച്ച് നോക്കിയാൽ കൊണ്ടോട്ടി മണ്ഡലത്തിൽ 31.8% രേഖപ്പെടുത്തിയിരിക്കുന്നു. മഞ്ചേരിയിൽ 33.5% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ 32.3% പോളിംഗ്, മങ്കടയിൽ 30.8%, മലപ്പുറം നിയോജക മണ്ഡലത്തിൽ 32.4% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വേങ്ങരയിൽ 31%, വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ 30.9% പോളിംഗുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ രാവിലെ മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. നഗരപ്രദേശങ്ങളിൽ പൊതുവിൽ വോട്ടർമാരുടെ ഒഴുക്ക് കുറവായിരുന്നു. ഇടയ്ക്ക് ചില ഘട്ടങ്ങളിൽ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തുന്നു. അത് ചിലപ്പോൾ ഒറ്റയ്ക്കും തെറ്റേക്കുമായി എത്തുന്നു എന്നൊരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നിയോജക മണ്ഡലത്തിലെ 109 നമ്പർ ബൂത്തിലാണ്. ഇവിടെ രാവിലെ കുറച്ച് സമയം പോളിംഗ് തടസ്സപ്പെട്ടിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് പറ്റിയതിനാൽ കുറച്ച് സമയം വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു. അതിനുശേഷം പോളിംഗ് വളരെ സുഗമമായി തന്നെ നീങ്ങുകയാണ്. ഇപ്പോൾ എൻ്റെ പിറകിൽ സാമാന്യം ഭേദപ്പെട്ടൊരു വോട്ടർമാരുടെ നിര കാണാവുന്നതാണ്. വനിതാ വോട്ടർമാരാണ് ഇവിടെ കൂടുതലായി വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് 110 നമ്പർ ബൂത്ത്. അവിടെ വോട്ടർമാർ വളരെ കുറച്ച് മാത്രമാണ് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1500-ലധികം വോട്ടുകളാണ് ഈ 2 ബൂത്തുകളിലുമായുള്ളത്. ഏതാണ്ട് ഇതിന് സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ് ഈ നഗര പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രജീഷ്, PV കുട്ടനാണ് മലപ്പുറം ജനവിധിയുടെ ചിത്രം നൽകിയത്.